പിന്നെ ഈ നല്ലവരായിട്ടുള്ള ആളുകൾക്ക് പറ്റുന്ന അടുത്ത ഒരു അബദ്ധം എന്ന് പറയുന്നത്, അവർ ചെയ്യുന്നു, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ അവർ ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോൾ ചില ദുഷ്ടന്മാരോ അല്ലെങ്കിൽ തിന്മയുടെ ശക്തികളോ അത് ചെയ്യുന്നു, അവർക്കൊരു കുഴപ്പവും വരുന്നില്ല എന്ന് വെച്ചിട്ട് അത് ശരിയല്ല എന്ന് അറിഞ്ഞിട്ടും നമ്മളത് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ നന്മയുടെ പാതയിൽ തന്നെ മുന്നോട്ട് പോവുക. മറ്റവർക്ക് കുഴപ്പമില്ല, അവർ പള്ളിയിൽ പോകുന്നില്ലല്ലോ, അവർ പ്രാർത്ഥിക്കണില്ലല്ലോ, അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ നടക്കുന്നില്ലല്ലോ, എന്നിട്ടും അവർക്ക് കുഴപ്പമില്ല, അപ്പം നമുക്കും അങ്ങനെ ചെയ്തുകൂടെ എന്ന് വെച്ചിട്ട് ഇവരെ കണ്ണി കണ്ടതൊക്കെ ചെയ്യാൻ തുടങ്ങും. അതാണ് ഇവരുടെ പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യം അടി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോലെയുള്ളവർക്ക്, അതായത് മനസ്സ് നന്നായിട്ടും തിന്മയുടെ വഴിക്ക് പോകുന്ന ആൾക്കാർക്കാണ് ആദ്യം അടി കിട്ടുക. മറ്റ് രീതിയിലുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് നന്നായിട്ടില്ല, അവർ പാറക്കല്ല് പോലെയാണ്. അവരെ ഒരടി കൊണ്ടൊന്നും അവരെ ഒന്നും ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഒരു ഒഴുക്ക് തന്നെ അവർക്ക് വേണം. അതുകൊണ്ടാണ് അവർ